അപ്പോൾ ഞാൻ ലോഗ് കണ്ടു. അതിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസാണ് പറയുന്നത്, തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ഡയറക്റ്റഡ് ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുണാണ്. എന്നാ ഒരു വിഷൻ കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്കും ഒരു ഹോളി ടച്ചാണ് സിനിമയ്ക്കുള്ളത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തത് ജേക്സ് ബിജോയ് ഇപ്പോൾ തുടരെ മലയാളത്തിൽ തന്നെ ബെസ്റ്റ് മ്യൂസിഷ്യനായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻ്റർവെൽ സീനൊക്കെ പക്കാ ഗൂസ് ബംസ് ഗ്യാരൻറ്റീഡാണ്. അപ്പോൾ ആ സീനൊക്കെ നല്ല ഒരു നമ്മുടെ മിത്തും നമ്മുടെ കറൻറ്റ് സിറ്റുവേഷനുമായിട്ട് ചേർത്തൊരു ഇതാണ്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ സിനിമ സ്റ്റാർട്ട് ചെയ്ത മുതൽ നമുക്ക് ബോറടിയില്ലാതെ കാണാൻ പറ്റും. പിന്നെ കല്യാണി പ്രിയദർശൻ, വാട്ട് എ വുമൺ. കിടിലമായിട്ട് ആക്ടിങ് ചെയ്തു, കിടിലം ആറ്റിറ്റ്യൂഡ്, സ്വാഗൊക്കെ ഒരു സൂപ്പർ വുമൺ പോലെ തോന്നിപ്പിക്കും. പിന്നെ നസ്രീൻ കേക്ക് വാക്കാണ് സ്ഥിരം ടിപ്പിക്കലായിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, നസ്രീനെ സിനിമകളിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇതിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചന്തു സലീം കുമാർ നന്നായിട്ട് തന്നെ ചെയ്തു. ചെറിയ ചിരികൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ആനന്ദത്തെ ആ പയ്യൻ അടിപൊളിയാണ്. അപ്പോൾ ഓവറോൾ സിനിമ ഇസ് എക്സെപ്ഷണൽ എന്ന് തന്നെ പറയേണ്ടി വരും. 30 crore ബഡ്ജറ്റിന് 300 crore ബഡ്ജറ്റിൻ്റെ വാല്യൂ കൊടുക്കുന്നൊരു സിനിമ. പിന്നെ എഡിറ്റർ ചമൻ ചാക്കോ, കിടിലം ക്രിസ്പ് കട്ടിങ്സാണ്, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ സിനിമാറ്റോഗ്രാഫി നിമിഷ് രവിയുടെ കിടിലം സിനിമാറ്റോഗ്രാഫിയാണ്. ഓരോ ഫ്രെയിം നല്ല റിച്ച് ഫ്രെയിം, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്. ടിക്യുൻ്റെ ബഫ് ഫിലിംസാണല്ലോ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിലെ സൗണ്ട് രീതിയും ഡോൺ വിൻസെൻ്റാണ്. കിട്ടില്ല തിയേറ്ററിൽ നിന്ന് കാണാം. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അത്രയും ടെക്നിക്കലി ഗുഡാണ് പടം എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്കമിങ് പാർട്ട്സൊക്കെ ഉണ്ട്. പിന്നെ നല്ല എന്തുണ്ട് ക്യാമിയോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മസ്റ്റ് തിയേറ്റർ വാച്ച്.